ഹായ് ഡിയേഴ്സ്, ഫസിൽ സാറാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനാണ് വന്നിട്ടുള്ളത്. ഇപ്പം ഒരുപാട് കുട്ടികൾ കാണുന്നവരായിക്കോട്ടെ, ഓൺലൈനിലായിക്കോട്ടെ, മറ്റ് സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സാറേ, മുഴുവൻ ചാപ്റ്റേഴ്സ് എക്സാമിന് പഠിക്കേണ്ടി വരുമോ സോഷ്യൽ സയൻസ്? അപ്പോൾ ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വരുന്നവർ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. കാരണം അത്രയും ഹെൽപ്ഫുള്ളാണ്. മാത്രമല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യട്ടോ. അടിയിൽ നല്ലൊരു കമൻറ്റും പാസ്സാക്കുക. ഓക്കെ, അപ്പം മക്കളെ, ഞാൻ പറയാൻ പോകുന്നത് സോഷ്യൽ സയൻസിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ SS1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററി എന്ന ഓമന പേര് വിളിക്കുന്നതിൽ അതിൽ 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇനി SS2ൻ്റെ കേസ് എടുത്താൽ SS2 നമ്മുടെ സ്വന്തം ഏരിയ, അതിൽ 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ 21 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 21 ചാപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് A+ കിട്ടണമെങ്കിൽ ഏകദേശം ഒരു 70+ മാർക്ക് വേണം. ഓക്കെ, അപ്പോൾ 21 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കണം. 21 ചാപ്റ്റേഴ്സ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇതിൽ എന്തെങ്കിലും ഒരു റിലാക്സേഷൻ ഉണ്ടായിരിക്കുമോ? പല ആൾക്കാരും പ്രതീക്ഷ നിൽക്കുന്നുണ്ട്. ഓക്കെ, പല ടീച്ചേഴ്സും പറയുന്നുണ്ടായിരിക്കും എന്തെങ്കിലും ഒരു കിഴിവ്, നമ്മൾ പറയില്ലേ, ഈ ഓഫറിലൊക്കെ ചോദിക്കുമല്ലോ, ഒന്ന് വില കുറച്ച് തരാമോ, അല്ലെങ്കിൽ കുറച്ചൊരു ഡിസ്കൗണ്ട് തരാമോ? അതേമാതിരി 21 ചാപ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ സാറേ പണിയാണ്, അപ്പോൾ ഇതൊന്ന് കുറച്ച് തരാമോ? പേടിക്കണ്ട, ഇതുവരെ അതിനെക്കുറിച്ച് അപ്ഡേറ്റ് ഒന്നും വന്നില്ല. എന്നാലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യം അതെന്താണെന്ന് വെച്ചാൽ, ഈ 11ൽ നിന്ന് 3 ചാപ്റ്റേഴ്സ് മൈനസ് ചെയ്യും. അതായത് നമ്മൾ 8 ചാപ്റ്റർ പഠിച്ചാൽ മതി. അത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ചോയ്സ് ആണ്. ലിസൺ, അതേപോലെ തന്നെയാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഈ 10ൽ നിന്നും 3 ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. അപ്പം നമുക്ക് 7 ചാപ്റ്റർ പഠിച്ചാൽ മതി. അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ എത്ര മതി? 15 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത്. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. SS1 എന്ന് പറയുന്ന ഹിസ്റ്ററി അല്ലെങ്കിൽ SS1, ഇതിൽ നിന്ന് 6 ചാപ്റ്റേഴ്സ് നമുക്ക് തരും. 6 ചാപ്റ്റേഴ്സ്, അതിൽ 3 ചാപ്റ്റേഴ്സ് നമ്മൾ ഓപ്റ്റ് ചെയ്യാം, ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. SS2ലും നമുക്ക് 6 ചാപ്റ്റേഴ്സ് തരും. 6ൽ 3 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചാൽ മതി. 3 നമുക്ക് ഒഴിവാക്കാം, 3 മൈനസ് ചെയ്യാം, 3 SS1ലും 2ലും നമുക്ക് ഒഴിവാക്കാം. പക്ഷേ നമുക്കിപ്പോൾ അത് ഏത് ചാപ്റ്റേഴ്സാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റൂല. ഒരു കാര്യം എനിക്ക് ജോഗ്രഫിയുടെയും ഹിസ്റ്ററിയുടെയും കാര്യത്തിൽ, SS1ൻ്റെയും SS2ൻ്റെയും കാര്യത്തിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. 1-2 ചാപ്റ്റർ, ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ്, അത് രണ്ടിലും അത് ഓപ്ഷണലാണ്. അതായത് സീസൺസ് ആൻഡ് ടൈമും, അതുപോലെ ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡ്, ഋതുഭേദങ്ങളും സമയവും, അതുപോലെ കാറ്റിൻ്റെ ഉറവിടം തേടി, അതെന്തായാലും ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് ആണ്. 99.99% ഉറപ്പാണ്, ഓപ്ഷണലാണ്. അതുപോലെ എന്താ പറയുക, നമ്മുടെ റെവല്യൂഷൻസ് ഉണ്ടല്ലോ, ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് ഇൻ 20th century, ഇത് രണ്ടും ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് ആയിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ രണ്ടിൻ്റെ കാര്യത്തിലല്ല നമുക്ക് ഒരു ഉറപ്പും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കിട്ടിയാൽ ആദ്യം നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുകയും ചെയ്യും. അപ്പോൾ പേടിക്കാനൊന്നുമില്ല. ആ ഓപ്ഷണൽ ചാപ്റ്റേഴ്സിൻ്റെ ഇൻഫർമേഷൻ വിത്തിൻ വീക്സ്, 1-2 ദിവസം കഴിഞ്ഞാലോ, വിത്തിൻ വീക്സ്, ഒരു 1-2 ആഴ്ച കഴിഞ്ഞാലോ എന്തായാലും മോഡൽ എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇത് അപ്ഡേറ്റ് ചെയ്തിരും. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, മോഡൽ എക്സാമിനും ഇത് ബാധകമാണ്. നിങ്ങൾ മോഡൽ എക്സാമിനും 15 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതിയായിരിക്കും. ഓക്കെ, അല്ലാതെ 21 ചാപ്റ്റർ പഠിക്കേണ്ട. ഫൈനൽ എക്സാമിന് മാത്രമല്ല, മോഡലിനും ഇത് ബാധകമാണ്. കഴിഞ്ഞ വർഷം വരെ ഇതേ പാറ്റേൺ ഉണ്ടായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനൊരു 6 ചാപ്റ്റേഴ്സ് ഒഴിവാക്കി തരുമെന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താ? ഒഴിവാക്കി തരണ്ടേ? അത്രയും പഠിക്കാനില്ലേ? അതുകൊണ്ട് ഒഴിവാക്കി തരണം എന്നാണോ ഒഴിവാക്കി തരണ്ട എന്നാണോ നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തട്ടോ. ഓക്കെ, എന്നാൽ അത് കണ്ടിട്ടെങ്കിലും ഒരു ഒഴിവാക്കാൻ തോന്നിയാൽ അതുകൊണ്ടാണ്. അപ്പോൾ എനിവേ, ഫസിൽ സാർ ഇപ്പോൾ പോവാണ്. ആരും പേടിക്കേണ്ട, എല്ലാവരും ഓടിക്കൊള്ളിന്നില്ല, എല്ലാവരും നിന്നോളേണ്ടി മാക്സിമം ഷെയർ ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തോ. ഇൻഫോർമേറ്റീവ് ആയുള്ള ഒരുപാട് വീഡിയോസുമായിട്ട്, കണ്ടന്റുമായിട്ട് നിങ്ങളെ കാണാൻ വേണ്ടി വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എനിവേ, താങ്ക് യു, ടാറ്റാ, ബൈ, സീ യു.